ഞാൻ അടുത്തൊരു സ്റ്റെപ്പും കൂടെ വെച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊരു പാമ്പ് കടി ഏൽക്കുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴാണ് ഞാൻ ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ ഒരു ഭീതി എനിക്കിപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. പക്ഷെ കുറേ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പറഞ്ഞു, ഇന്നിപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പോഴും എനിക്ക് സംശയം തോന്നിയിരുന്നു. കാരണം വലിയ കനത്തിൽ കരിയിലകൾ കിടക്കുക. അടുത്ത കാലത്തെങ്ങും അവിടെയെങ്ങും ആരും നടന്നതായിട്ടുള്ള ഒരു ലക്ഷണം പോലും എനിക്ക് തോന്നിയില്ല. തൊട്ടടുത്ത് കണ്ടു അതിങ്ങനെ പെട്ടെന്ന് ചീറ്റി ചാടി. പക്ഷെ മുകളിലെത്തിയപ്പോഴാണ് ഇത് മനസ്സിലായത്, കോഴിയെ കൊന്നിട്ട് ചോര ഒഴിക്കുകയാണ്. നമസ്കാരം, ഞാൻ ഡി മനോജ് വൈക്കം. ഒരു എഴുത്തുകാരൻ്റെ ജീവിത പരിസരങ്ങൾ എങ്ങനെ ഒരു കൃതിയായി രൂപപ്പെടുന്നു എന്നുള്ള അന്വേഷണങ്ങളാണ് എൻ്റെ യാത്രകൾ. ആ യാത്രകളിൽ എന്നോടൊപ്പം എൻ്റെ ക്യാമറയും ഉണ്ടാവും. അത്തരത്തിൽ ചില യാത്രകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ബാല്യകാലം എന്നത് വൈക്കത്തിനടുത്ത് വല്ലകം എന്ന ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ എൻ്റെ അച്ഛനടക്കമുള്ള ആ നാട്ടിലെ ആളുകൾ ചേർന്ന് നടത്തിയിരുന്ന ഒരു ഗ്രന്ഥശാലയുണ്ടായിരുന്നു. ആ ഗ്രന്ഥശാലയായിരുന്നു ഞാനടക്കമുള്ള എൻ്റെ തലമുറയെ വായനയിലേക്ക് തിരിച്ചുവിട്ടത്. ആ വായനശാലയുടെ പേര് നവജീവൻ ലൈബ്രറി എന്നായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ മലയാളത്തിലെ നോവലുകളെ, ക്ലാസിക് നോവലുകളെ വായിക്കാൻ എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഇത്തരം യാത്രകൾക്ക് തുടക്കമായി ഞാൻ ഇന്ന് കാണുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് തുടങ്ങിയ നോവലുകൾ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. ആ വായനയിൽ നിന്ന് മുതിർന്നതിന് ശേഷം ചിത്രകല പഠിച്ചു. ചിത്രകലയിൽ നിന്ന് ഫോട്ടോഗ്രാഫിയിൽ എത്തിപ്പെട്ടു. ആ ഫോട്ടോഗ്രാഫിയിലൂടെയുള്ള പുതിയ തലങ്ങൾ തേടിയുള്ള യാത്രകളും അന്വേഷണങ്ങളുമാണ് ഇത്തരത്തിൽ 10 ഫോട്ടോഗ്രാഫി പരമ്പരകളെ രൂപപ്പെടുത്താൻ എനിക്ക് സാധിച്ചത്. എന്നെ ഏറ്റവും സ്വാധീനിച്ച കൃതി എന്ന നിലയിൽ ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം നോവലിലെ പശ്ചാത്തല ഭൂമികകൾ തേടിയായിരുന്നു പാലക്കാട്ടേക്കുള്ള എൻ്റെ ആദ്യ യാത്ര. ആ യാത്രകളിൽ ഞാൻ കണ്ടെത്തിയത് ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ വരികൾ തന്നെയായിരുന്നു. ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഞാൻ വാങ്ങിയ ഒരു ഓംനി വാനുമായി എൻ്റെ 2-3 സുഹൃത്തുക്കളുമായി എൻ്റെ ആദ്യത്തെ ദീർഘയാത്ര എന്നുള്ളത് പാലക്കാട് തസ്രാക്കിലേക്കായിരുന്നു. അന്ന് ഫിലിം ക്യാമറകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ യാത്രകളിൽ എൻ്റെ ക്യാമറയിൽ പതിഞ്ഞത് തീർച്ചയായും ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ നേർക്കാഴ്ചകളായിരുന്നു. അതിനുശേഷം 15 വർഷങ്ങൾക്ക് മുൻപാണ് ഡിജിറ്റൽ യുഗത്തിൻ്റെ തുടക്കത്തിന് ശേഷം ഡിജിറ്റൽ ക്യാമറകളുമായി പിന്നീട് തസ്രാക്കിലേക്ക് ഞാൻ പോയത്. ആ ആദ്യ യാത്രയിൽ ഞാനും എൻ്റെ ക്യാമറയും കാണുന്നത് ഖസാക്കിലെ കാഴ്ചകളായിരുന്നു. ആ നോവലിലെ വരികൾ തേടിയുള്ള യാത്രകളിൽ ആദ്യം ചെന്നെത്തിയത് ഞാറ്റുപുരയിലായിരുന്നു. ആ ഞാറ്റുപുരയും ഏകാധ്യാപക വിദ്യാലയം, അതിനോട് അനുബന്ധിച്ചുള്ള അവിടുത്തെ ജനജീവിതമാണ് നോവലിലേക്ക് ഒ.വി. വിജയൻ പകർത്തിയിട്ടുള്ളത്. ആ നോവലിലെ വരികൾ വെച്ചിട്ട് തന്നെ ആ ചിത്രങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി സമീപ പ്രദേശത്ത് തന്നെയുള്ള ചിതലി മലയിലേക്ക് പോകേണ്ടി വന്നു. ചിതലിയിലേക്ക് ചെല്ലുമ്പോൾ താഴ്വാരത്ത് പല വാഹനങ്ങളും ഞാൻ കണ്ടിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇതിന് മുകളിൽ, ഈ വലിയൊരു മലയുടെ മുകളിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ പലരും മുൻപോട്ട് താഴോട്ട് വരുകയും മുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു, സ്ത്രീകളടക്കമുള്ളവർ. പക്ഷേ അതിന് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇവർ കോഴികളുമായിട്ടാണ് വരുന്നത്. ഇവരെല്ലാവരുടെയും കയ്യിൽ കുടുംബാംഗങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ അടങ്ങുന്ന, അച്ഛനമ്മയൊക്കെ അടങ്ങുന്ന ആളുകളാണ് വരുന്നത്. അവരുടെ കോഴികളുണ്ട് എല്ലാവരുടെയും കയ്യിൽ തന്നെ. അതുപോലെ തന്നെ പാചകം ചെയ്യാനുള്ള അരി പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷെ എനിക്കപ്പോഴും മനസ്സിലായില്ല ഇത് എന്തിനാണെന്ന്. പക്ഷെ മുകളിലെത്തിയപ്പോഴാണ് ഇത് മനസ്സിലായത്. ഈ പുളിമരത്തിന് ചുവട്ടിലുള്ള ചെറിയ കരിങ്കൽ ബിംബങ്ങളിൽ ഈ കോഴിയെ കൊന്നിട്ട് ചോര ഒഴിക്കുകയാണ്. ഈ ചോര ഒഴിക്കുന്നതാണ്, അല്ലെ കുരുതി കൊടുക്കുന്നതാണ് ആ മലയ ദൈവം. മലയപ്പൂതി എന്നാണ് അവരോട് പറയപ്പെടുന്നത്. ആ മലയപ്പൂതിയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പൂജാവിധിയാണത്, ഒരു കർമ്മമാണത്. അപ്പോൾ ഈ കോഴിയെ തൊട്ടടുത്ത് തന്നെ അവർ അടുപ്പുകല്ലുകൾ കൂട്ടി ഇത് പാചകം ചെയ്യുന്നു, അവിടെ തന്നെ കഴിക്കുന്നു. അവരെല്ലാവരും, മിക്കവാറും എല്ലാവരും ചേർന്ന് മദ്യപിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു അനുഷ്ഠാനമാണ് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷെ ഇവരെല്ലാവരും തന്നെ എൻ്റെ ഫോട്ടോഗ്രാഫി വർക്കിന് വലിയ പിന്തുണ തന്നു. മലയുടെ അരികിലേക്ക് ഇറങ്ങാനായിട്ട് അവരെന്നെ സഹായിക്കുന്നു. അത്തരത്തിലൊക്കെ പിന്നീട് അവരെനിക്ക് വലിയ സഹായമാണ് ചെയ്തു തന്നത്. ബാല്യകാലത്തെ വായനയിൽ നിന്ന്
രണ്ടാമതായി എന്നെ സ്വാധീനിച്ച അക്കാലത്തെ ഏറ്റവും നല്ല കൃതി എന്നുള്ളത് എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലാണ്. 2 നൂറ്റാണ്ടിന് മുമ്പുള്ള സ്വാതന്ത്ര്യ സമരം, അതാണ് മാഹിയിലെ അല്ലെങ്കിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവലിലെ ഇതിവൃത്തം എന്നുള്ളത്. കോഴിക്കോടിനപ്പുറത്തുള്ള അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയുടെ തുടക്കത്തിലുള്ള നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലേക്ക് ഈ നോവലിലെ വരികൾ തേടിയുള്ളതായിരുന്നു അടുത്ത യാത്ര. ആ നോവലിലെ വരികളെ നമ്മൾ ഫോട്ടോഗ്രാഫിയിലൂടെ അന്വേഷിക്കുമ്പോൾ മയ്യഴി മാതാവിൻ്റെ പള്ളിയിലേക്കായിരുന്നു ആദ്യം എൻ്റെ യാത്ര ചെന്നെത്തിയത്. നോവലിൽ ദാസൻ മെഴുകുതിരി കൊളുത്തുന്ന ഒരു രംഗമുണ്ട്. ആ രംഗമാണ് ആദ്യം എനിക്ക് മയ്യഴി മാതാവിൻ്റെ പള്ളിയിൽ നിന്ന് പകർത്താൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവ്. ആ നോവലിൻ്റെ അധികാര കേന്ദ്രം എന്നുള്ളത് മൂപ്പൻ സാഹിബിൻ്റെ ബംഗ്ലാവാണ്. അതിന്ന് മാഹി കളക്ട്രേറ്റാണ്. ആ കളക്ട്രേറ്റും ചുറ്റുവട്ടവുമായിരുന്നു അടുത്തുള്ള യാത്രകളിൽ അന്വേഷിച്ച് കണ്ടെത്തിയത്. ആ നോവലിലെ വരികളിലൂടെ സഞ്ചരിച്ച് പിന്നീടെത്തിയത് പുത്തലം ക്ഷേത്രത്തിലെ തിറയുത്സവത്തിലേക്കാണ്. അത് ഏതാണ്ട് അങ്ങോട്ടുള്ള യാത്രകൾക്ക് ശേഷം 6 മാസങ്ങൾക്ക് ശേഷം നടത്തിയ യാത്രയിലായിരുന്നു. ആ തിറയുത്സവ ദിവസം തന്നെയാണ് നമ്മളവിടെ എത്തുകയും ആ ചിത്രങ്ങളെ പകർത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് നോവലിലെ യഥാർത്ഥ ബിംബമായ വെള്ളിയാങ്കലിലേക്കുള്ള യാത്ര. നമുക്കറിയാം, മാഹിയിൽ നിന്ന് ഏതാണ്ട് 55 കിലോമീറ്ററോളം അകലെയാണ് ഈ വെള്ളിയാങ്കല്ല്. ഒരു ഭീമാകാരമായ 2.5 ഏക്കർ വിസ്തൃതി, സമുദ്രത്തിന് മുകളിൽ കാണുന്ന വലിയ പാറക്കെട്ട്. അപ്പോൾ അതിന് മാഹിയിൽ നിന്ന് ഒരു ഫിഷിംഗ് ബോട്ട് അറേഞ്ച് ചെയ്തു. അപ്പോൾ അവരുടെ സപ്പോർട്ടോടുകൂടി മാഹിയിൽ നിന്നായിരുന്നു ആദ്യം വെള്ളിയാങ്കലിലേക്കുള്ള യാത്ര. ആ വെള്ളിയാങ്കലിലേക്കുള്ള ആ ആദ്യ യാത്രയിൽ എനിക്ക് വെള്ളിയാങ്കലിനെ നന്നായി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ആ യാത്രയിൽ ഏതാണ്ട് അതിനടുത്തെത്താറായപ്പോൾ തന്നെ കടൽച്ചൊരുക്ക്, എൻ്റെ ആദ്യ കടൽ യാത്രയായിരുന്നു അത്, കടൽച്ചൊരുക്ക് പിടിപെട്ടു. വല്ലാതെ ഛർദ്ദിച്ച് അവശനാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ 2 കൂട്ടുകാരുണ്ടായിരുന്നു, പിന്നെ ബോട്ട് ഡ്രൈവർ, പിന്നെ എനിക്കൊരു വഴികാട്ടിയായിട്ട് വന്ന ആൾ. അപ്പോൾ ഇവരെല്ലാം വളരെ ബുദ്ധിമുട്ടി. അവർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പോയത്. എൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു പ്രധാന ആവശ്യം. പക്ഷേ ഞാൻ വല്ലാതെ അവശനായിപ്പോയി എന്നുള്ളതാണ് സത്യം. തിക്കൊടിയിൽ നിന്ന് വെള്ളിയാങ്കലിലേക്കുള്ള രണ്ടാമത്തെ യാത്ര എന്നുള്ളത് ഒരു സന്ധ്യയോടടുപ്പിച്ച സമയമായിരുന്നു. കാരണം രാത്രി മുഴുവൻ എനിക്ക് വെള്ളിയാങ്കലിലും പരിസരങ്ങളിലും എനിക്ക് വിനിയോഗിക്കണമായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു അത്തരത്തിൽ ആ ഒരു സമയം തിരഞ്ഞെടുത്തത്. എൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ, നമ്മളവിടെ ചെല്ലുമ്പോൾ വല്ലാത്ത കാറും കോളവും ഒക്കെയായി. ഫോട്ടോ എടുക്കാൻ പോയിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യുന്ന പോലും ദുഷ്കരമാവും എന്ന് സമുദ്രത്തിൽ അല്ലെങ്കിൽ കടലിൽ തൊഴിൽ ചെയ്ത് നല്ല പരിചയമുള്ള എൻ്റെ കൂടെ വന്നവരെന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ യാത്രയും സഫലമായില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ മൂന്നാമത്തെ യാത്രയിൽ ഞാൻ എൻ്റെ ഇപ്പോൾ രണ്ടാമത് തിക്കൊടിയിൽ നിന്ന് എന്നോട് സഹകരിച്ച അവരെ തന്നെ എനിക്ക് കൂട്ടായി കിട്ടി. അവരെന്നോട് പറഞ്ഞു, രാത്രി നിൽക്കുന്നത് നോക്കണ്ട, നമുക്ക് രാവിലെ പോകാം. രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ എടുത്തു തുടങ്ങാം. വെയിൽ കട്ടി കൂടുമ്പോൾ ഇത് റൂഫില്ലാത്ത ബോട്ടാണ്, അപ്പോൾ തിരിച്ചു പോരാം നമുക്ക്, എന്നിട്ട് പിന്നീട് വൈകിട്ട് ഒന്നുകൂടെ പോവാം എന്നുള്ള. അപ്പോൾ ഈ 2 തവണയും പരാജയപ്പെട്ടത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ വലിയ സഹകരണമായിരുന്നു എന്നോട്. കാരണം ഞാൻ ഇതിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ ഈ സമുദ്രത്തിൽ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു റിസ്കിനെയൊക്കെ അവർക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നി. മറ്റു പലരും വരുമ്പോൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകും എന്നുള്ളതല്ലാതെ ഇത്രയും ഡീറ്റെയിൽസ്, ഇപ്പോൾ വെള്ളിയാങ്കല്ലിലെ രാവും പകലും അസ്തമയവും ആ പറവുകളും ഒക്കെ വേണമെന്നുള്ള എൻ്റെ വാശി. അപ്പോൾ മുകുന്ദൻ്റെ വെള്ളിയാങ്കല്ലിനെ അങ്ങനെ തന്നെ നോവൽ വരികളിലൂടെ പകർത്തിയെടുക്കാനുള്ള എൻ്റെ വ്യഗ്രത അവർക്ക്, ആ ഗ്രാമീണരായ അല്ലെങ്കിൽ കടലിൽ പണിയെടുക്കുന്ന അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ മൂന്നാമത്തെ യാത്രയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വളരെ നന്നായിട്ട്, ഒരുപക്ഷെ എന്നേക്കാൾ ആത്മാർത്ഥമായിട്ടാണ് എന്നോട് സഹകരിച്ചത്. എൻ്റെ ഉദ്യോഗം പൂർത്തിയാക്കാൻ എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നത്. തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോട്ട് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായി ക്യാമറ ഫോക്കസ് ചെയ്യാനോ അത് ഷെയ്ക്കില്ലാതെ ഫോട്ടോ എടുക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാനോണിൻ്റെ 1DX എന്ന കുറച്ച് കൂടിയ ഒരു ക്യാമറ ആയതുകൊണ്ട് അതെല്ലാം എനിക്ക് ഏറെക്കുറെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അത് ഇവരുടെ പിന്തുണയോട് കൂടിയായിരുന്നു. അത് വലിയൊരു ഓർമ്മകളാണ്. കാരണം ഒരുപക്ഷെ കടൽ യാത്ര തീർത്തും അന്യമായിരുന്ന എന്നെപ്പോലൊരാൾക്ക് അത്രയും നന്നായിട്ട് അത് ചെയ്യാൻ പറ്റി എന്നുള്ളത്, അതിൽ ഞാൻ അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾ, ആ കടലിലെ ആ കാലാവസ്ഥയും
അവിടുത്തെ ഒരു സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടേണ്ടി വന്നത്, അങ്ങനെ ആ ഉദ്യമം നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞത്, അതൊക്കെ ഞാനിപ്പോഴും വളരെ കാര്യമായി തന്നെ ഓർക്കുകയാണ്. ഈ ബോട്ട് ഇതിനടുത്ത് എത്തിക്കാൻ പറ്റില്ല. കാരണം ബോട്ട് ഈ കരിങ്കലിന് അടുത്തേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് തിരയടിച്ച് വന്നാൽ ഈ ബോട്ട് ഈ കരിങ്കല്ലിൽ തട്ടി ഇത് ബോട്ട് പൊളിയോ അല്ലെങ്കിൽ ബോട്ട് ഡാമേജ് ഉണ്ടാവുകയോ ചെയ്യും. അപ്പോൾ ഇവരൊരു നിശ്ചിത അകലത്തിൽ, ഇവർക്കറിയാവുന്നൊരു നിശ്ചിത അകലത്തിൽ ഇട്ടിട്ട് ഒരു വടം നമുക്ക് ആദ്യം ഒരാൾ ചാടി ഇറങ്ങി കടലിൽ ചാടി ഇറങ്ങി നീന്തി ഈ വെള്ളിയാങ്കല്ലിൽ കയറി നിന്നിട്ട് ബോട്ടിൽ നിന്ന് ഇട്ട് തരുന്ന വടത്തിൽ കൂടെ നമ്മളും കടലിലിറങ്ങി നീന്തി പിടിച്ച് വേണം അങ്ങോട്ട് ചെല്ലാൻ. അപ്പോൾ ഒരാൾ ബോട്ടിലും ഒരാൾ വടം പിടിച്ച് ഈ പാറക്കല്ലിൽ നിൽക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ആൾ കടലിലിറങ്ങിയിട്ട് അയാൾ എൻ്റെ ക്യാമറയും ബാഗും ഒരു കയ്യിൽ പൊക്കി പിടിച്ചിട്ട് ഈ പാറക്കല്ലിൽ കൊണ്ടുപോയി ആദ്യം വെക്കുന്നു. അതിനുശേഷം അത് സേഫായ സ്ഥലത്ത്, വെള്ളം ഓളം അടിച്ചൊന്നും വീഴാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് അയാൾ നീന്തി തിരികെ വരുന്നു. ബോട്ടിനടുത്ത് വന്നിട്ട് ഞാനും എൻ്റെ പുറത്തെ ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ട് പതിയെ വെള്ളത്തിലേക്ക് ചാടുന്നു. എന്നിട്ട് ഈ വടത്തിൽ പിടിച്ച് ഈ ഒരു നീന്തിയ പോലെ ഈ പാറയിലേക്ക് കയറുന്നു. എൻ്റെ ഒപ്പം തന്നെ ഈ ഇദ്ദേഹവും ഈ വെള്ളത്തിലിറങ്ങിയ ആളും നിൽക്കുകയാണ്. ഞാൻ ഇപ്പോഴും ആ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. എന്ത് ആത്മാർത്ഥമായിട്ടാണ് അവരെന്നോട് സഹകരിച്ചത്. അപ്പോൾ എൻ്റെ ജീവൻ അവരുടെ കയ്യിലാണ്. കടലിലൊട്ടും പരിചയം, നീന്തിയൊക്കെ പരിചയമുണ്ട്, പക്ഷേ അല്ലാതെ കടലിലൊന്നും നീന്തി ഒരു പരിചയമില്ലാത്ത ഒരാൾ അത്രമേൽ ആഴമുള്ള കടലിലാണെന്ന് ഓർക്കുക. തിര ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നീന്തി ഞാൻ കരയിലെത്തി. അദ്ദേഹം എനിക്ക് എന്തെങ്കിലും പിടിവിട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം നിൽക്കുകയാണ്. അങ്ങനെ നീന്തി കരയിലെത്തി. ഏതാണ്ട് 2 വർഷക്കാലം മയ്യഴി എന്ന മാഹിയിലേക്ക് നടത്തിയ നിരന്തര യാത്രകളിൽ നിന്നാണ് മയ്യഴിയിലൂടെ എന്ന ആ ഫോട്ടോ പരമ്പര എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നോവലുകളുടെ പശ്ചാത്തല ഭൂമികകൾ തേടിയുള്ള എൻ്റെ മൂന്നാമത്തെ യാത്ര MD വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിനെ തേടിയായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം ജനിച്ചു വളർന്ന കൂടല്ലൂർ എന്ന ഗ്രാമവും അവിടുത്തെ ജനജീവിതവുമാണ് അദ്ദേഹം നോവലിലേക്ക് പകർത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും നാലുകെട്ട് എന്ന നോവൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എത്തിപ്പെടുന്നത് നാലുകെട്ട് എന്നുള്ള ഒരു വലിയ വീട്ടിലേക്കായിരിക്കും. ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ വലിയ ബിംബമായി ആ നാലുകെട്ടിനെ ഇന്നും നമ്മുടെ സാഹിത്യ നിരൂപകർ വായിച്ചും എഴുതിയും കാണുന്നുണ്ട്. അപ്പോൾ ആ നാലുകെട്ട് മാടത്ത് തെക്കേപ്പാട്ട് എന്ന നാലുകെട്ട് വീട്, ആ വീട് തന്നെയാണ് എൻ്റെ ആദ്യ അന്വേഷണവും ആദ്യ യാത്രയും അങ്ങോട്ടായിരുന്നു. നമുക്ക് നോവലിൽ കാണുന്നത് പോലെ തന്നെയുള്ള ചവിട്ടുപടികളും മേൽപ്പുരയും മുകളിലെ നിലയും സർപ്പക്കാവും മച്ചും, അങ്ങനെ നോവലിൽ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഇന്നും ആ വീട്ടിൽ നമുക്ക് കണ്ടെത്താനാവും. അപ്പോൾ പല യാത്രകളിലാണ് ഈ നോവലിലെ കാലാവസ്ഥ അനുസരിച്ച് ഈ വീടിനെ പകർത്താൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നമുക്കറിയാം, കൂടല്ലൂരെ വിവിധ ക്ഷേത്രങ്ങൾ, മുത്തളിംകുന്നത്തെ ശിവരാത്രി, കോടിക്കുന്നത്ത് കാവിലെ കതിരറ്റവേല, മലമക്കാവിലെ ആണ്ടലാട്ട് ഉത്സവം, ഇങ്ങനെ നോവലിൽ പറയുന്ന വിവിധങ്ങളായ ഉത്സവങ്ങളും അതാത് ഉത്സവ സമയങ്ങളിൽ തന്നെ അതിനു വേണ്ടിയൊക്കെ യാത്ര ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ മറ്റുള്ള യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നോവലിൻ്റെ പശ്ചാത്തല ഭൂമികയിലേക്ക് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നിരന്തരം യാത്രകളാണ് എൻ്റെ ഈ ഫോട്ടോഗ്രാഫിക് യാത്രയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്. പ്രത്യേകിച്ച് ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മാടത്ത് തെക്കേപ്പാട്ട് വീടിൻ്റെ പുറകുവശത്ത് വലിയൊരു മലയുണ്ട്. അതിരാളൻ കുന്ന് എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ കുന്നിന് മുകളിലൊരു ചെറിയ കാവുണ്ട്. ചുറ്റും വലിയ കാടോട് കൂടിയ ഒരു കാവാണത്. ആ കാട്ടിലേക്ക് അധികം ആളുകൾ പോകാറില്ല എന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കൽ അവിടെ നടക്കുന്ന ഒരു ചടങ്ങ് ദിവസം മാത്രമാണ് നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു കൂടി അവിടെ ചെല്ലുക. അതിന് കുറച്ച് അടുത്ത് വരെ നമുക്ക് വാഹന സൗകര്യമുണ്ട്. വാഹനത്തിൽ അവിടെ എത്തി നമ്മൾ ആളുകളോട് അന്വേഷിച്ചു എവിടെയാണ് അതിരാളൻ കുന്ന്, അപ്പോൾ ഈ വഴിയാണ് എന്ന് കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നടന്ന് അവിടെ ചെല്ലുകയാണ്.
പക്ഷെ എനിക്കിപ്പോഴാണ് ഞാൻ ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ ഒരു ഭയാനകം, അതിൻ്റെ ഒരു ഭീതി എനിക്കിപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. കാരണം അങ്ങോട്ട് പകലോ അല്ലെങ്കിൽ ഒറ്റയായിട്ടോ ഒന്നും ആളുകൾ പോകാറില്ല. വർഷത്തിലൊരിക്കൽ ഈ ചടങ്ങിന് വേണ്ടി മാത്രമാണ് ആ കാടിനകത്തേക്ക് ആളുകൾ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയും തൂക്കി അതിനകത്ത് ചെന്നു. നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, മുൾച്ചെടികളൊക്കെ മൊത്തം പടർന്ന് കിടക്കുന്നു. അതിനിടയ്ക്കൂടെയൊക്കെ നൂണ്ട് കയറി ഞാൻ അകത്തെത്തി. ആ കാവിനടുത്തു നിന്നുള്ള ചിത്രങ്ങൾ എടുത്തു. അപ്പോഴും എനിക്ക് സംശയം തോന്നിയിരുന്നു, കാരണം വലിയ കനത്തിൽ കരിയിലകൾ കിടക്കുക. അടുത്ത കാലത്തെങ്ങും അവിടെയെങ്ങും ആരും നടന്നതായിട്ടുള്ളൊരു ലക്ഷണം പോലും എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്തായാലും ചെന്ന സമയം കൊണ്ട് ഞാൻ എനിക്ക് വേണ്ട നോവലിലെ വരികളിലെ ചിത്രങ്ങളെല്ലാം പകർത്തിയെടുത്തു. പിന്നീട് ഒരവസരത്തിൽ അദ്ദേഹം പഠിച്ച അവിടുത്തെ സ്കൂളുണ്ട്, കുമരനെല്ലൂർ സ്കൂളിനടുത്ത് ഒരു പാടമുണ്ട്. ഒരു വലിയ തോടിനെക്കുറിച്ച്, പൂമാൻ തോടിനെക്കുറിച്ച് നോവലിൽ പറയുന്നുണ്ട്. അടുത്തൊരു യാത്രയിൽ ഈ തോടിൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് യാത്ര ചെയ്ത് എത്തിയത്. അപ്പോൾ അന്ന് ഞാൻ ഈ തോടിൻ്റെ കരയിൽ കൂടെ നടന്നു പോവുകയാണ്. നോക്കുമ്പോഴത്തേക്ക് ചുറ്റുവട്ടത്തെങ്ങും ആരുമില്ല. ഞാൻ അടുത്തൊരു സ്റ്റെപ്പും കൂടെ വെച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊരു പാമ്പ് കടി ഏൽക്കുമായിരുന്നു. അത്രയും വലിപ്പമുള്ളൊരു പാമ്പിനെ തൊട്ടടുത്ത് കണ്ടു. അതിങ്ങനെ പെട്ടെന്ന് ചീറ്റി ചാടി എൻ്റെ നേരെ ഒന്ന് വരുവും പെട്ടെന്ന് അത് പൊന്തക്കാട്ടിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഭയങ്കരമായ ഒരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടെ എനിക്ക് നാലുകെട്ട് ചിത്രപരമ്പര ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. ആറ്റിക്കുറുക്കിയ ഗദ്യ കവിത എന്നറിയപ്പെടുന്ന MDയുടെ മഞ്ഞ് നോവലിൻ്റെ പശ്ചാത്തലം തേടിയായിരുന്നു പിന്നീടുള്ള യാത്ര. ഏതാണ്ട് അവസാന കാലത്ത് മഞ്ഞിനെ തേടി ഉത്തരാഖണ്ഡിൽ പോകാൻ കഴിഞ്ഞു. അപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ MDയുടെ തന്നെ നാലുകെട്ട് നോവലിൻ്റെ ഫോട്ടോഗ്രാഫി പരമ്പരയുടെ പ്രദർശനമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ യാത്രകൾ തമ്മിൽ ക്ലബ്ബ് ചെയ്തു. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. നോവലിലെ പ്രധാന ഭാഗത്ത് തന്നെ ഹോളി ആഘോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത് വന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ ഡൽഹിയിലെത്തി. എക്സിബിഷൻ കഴിഞ്ഞു. അടുത്തൊരു ദിവസം ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിന് ഏതാണ്ട് 55 കിലോമീറ്ററുകൾ താഴെയുള്ള ഹൽദ്വാനി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ബസ് സർവീസ് ഉള്ളത്. രാത്രി 8 മണിക്ക് ബസ്സിൽ കയറി രാത്രി മുഴുവൻ യാത്ര ചെയ്ത് പുലർച്ചെ 7:30 നമ്മൾ ഹൽദ്വാനിയിലെത്തുന്നു. അവിടുന്ന് ജീപ്പിലാണ് നമ്മൾ ഈ നൈനിറ്റാളിൽ എത്തിപ്പെടുക. അത് ജീപ്പ് യാത്ര തന്നെ ഞാൻ ചെല്ലുന്ന സമയത്ത് വലിയ മഞ്ഞ് വീഴ്ചയുള്ള സമയമായിരുന്നു. അപ്പോൾ നല്ല കട്ടിയായ മഞ്ഞായിരുന്നു. ആ യാത്ര തന്നെ വളരെ ദുഷ്കരമായി തോന്നി. നേരിയ പനിയുടെ അകമ്പടിയും ഉണ്ടായിരുന്നു. അപ്പോൾ നൈനിറ്റാളിൽ ഇറങ്ങുന്നത് തന്നെ നൈനി തടാകത്തിൻ്റെ തൊട്ടടുത്താണ്. അവിടെയാണ് ഈ ജീപ്പിൻ്റെയൊക്കെ സ്റ്റാൻഡുള്ളത്. അപ്പോൾ ഞാൻ നോവലിലെ വരികൾ തേടിയാണല്ലോ എൻ്റെ യാത്ര. ഞാൻ ചെന്നിറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഹോളി ദിവസമായതുകൊണ്ട് വർണ്ണാഭമായ ഹോളി ആഘോഷമാണ്. ആ ഹോളി ദിവസം അത്രയും നന്നായി എനിക്ക് നോവൽ വരികളിലേക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞു. മഞ്ഞിലെ വരികൾ തേടിയുള്ള യാത്ര ആ ഹോളിയുടെ ദൃശ്യങ്ങളിൽ നിന്ന് തുടങ്ങുകയായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ നൈനിത്താൾ തടാകത്തിൻ്റെ ചുറ്റുമുള്ള നോവൽ വരികളെ എനിക്ക് പകർത്തിയെടുക്കാൻ കഴിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, വഴിയിൽ കണ്ട അത്രയും കോടമഞ്ഞ് തടാകത്തിനും ചുറ്റുപരിസരങ്ങളിലും ഉണ്ടായിരുന്നില്ല. നൈനിറ്റാൾ തടാകത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പട്ടാള ക്യാമ്പ്. ആ ക്യാമ്പിനോടടുത്ത് തന്നെയാണ് പോസ്റ്റ് ഓഫീസ്. ആ നോവലിലെ വരികളിൽ പറയുന്നത് പോലെ തന്നെ ആ പുലർകാലത്ത് ആ പോസ്റ്റ് ഓഫീസിൻ്റെ വരാന്തയിലും പട്ടാളക്കാർ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നോവൽ വരികളെ ഒന്നിനു പുറകെ ഒന്നായി ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് കീഴടങ്ങുകയായിരുന്നു. നിരവധിയായ ബോട്ടുകൾ, നോവലിൽ പറയുന്ന അതേ ലക്ഷണങ്ങളുള്ള അരയന്നങ്ങളുടെ രൂപത്തിലുള്ള തടി കൊണ്ടുള്ള ബോട്ടുകൾ. ഒന്നാം ദിവസം രാവിലെ തന്നെ ഏതാണ്ട് 10 മണിയോടുകൂടി അന്നത്തെ ഒരു വിശ്രമത്തിനുള്ള സമയമായി എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അടുത്തൊരു താമസിക്കാനുള്ള ഇടം കണ്ടെത്താനുള്ള ശ്രമമായി. മുൻപേ ബുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം അത്ര ഒരു സീസൺ അല്ലായിരുന്നത് കൊണ്ട് അവിടെ നിഷ്പ്രയാസം കണ്ടെത്താൻ കഴിയും എന്നാണ് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ, അതായത് നോവലിൽ പറയുന്ന അൽക്ക ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു വലിയ ഹോട്ടലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഹോട്ടലിനടുത്ത് തന്നെയുള്ള മറ്റൊരു ഇടത്തരം ഹോട്ടൽ കണ്ടെത്തി അവിടെ റൂം തരപ്പെട്ടു. അപ്പോൾ അതിനുശേഷം റൂമിൽ കടന്നു. പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. ആഹാരം കഴിക്കാൻ ഇറങ്ങി. അപ്പോഴാണ് വളരെ വിഷമിപ്പിച്ച കാര്യങ്ങളുണ്ടായത്. മറ്റൊന്നുമല്ല, മിക്ക സംസ്ഥാനങ്ങളിലും നമുക്ക് മലയാളമായിട്ട് അല്ലെങ്കിൽ കേരളമായിട്ട് അടുത്ത് നിൽക്കുന്ന ആഹാരം കിട്ടുന്നതാണ്. പക്ഷേ എന്തോ ഇവിടെ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം
കണ്ടെത്താൻ ഞാൻ ഏറെ അലഞ്ഞിട്ടും സാധിച്ചില്ല. ഹിന്ദി പ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള ഭക്ഷണ രീതികൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഉച്ച കഴിഞ്ഞൊരു 3 മണിയോടുകൂടിയാണ് പിന്നീട് പുറത്ത് ഇറങ്ങിയത്. നൈനിറ്റാൾ തടാകത്തിന് ചുറ്റുമുള്ള പാതകളിലൂടെ സഞ്ചരിച്ചു. ബോട്ട് ക്ലബ്ബ്, തിയേറ്റർ, അവിടുത്തെ നൈനി ദേവി ക്ഷേത്രം. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും തന്നെ ഒന്നിനു പുറകെ എൻ്റെ മുന്നിലേക്ക് വരികയാണ്. നോവലിൽ വളരെ നമ്മെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണല്ലോ ബുദ്ധു. ആ ബുദ്ധുവിനെ അവൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി എനിക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവനവിടെ കപ്പലണ്ടി വിറ്റ് നടക്കുന്ന ആളായിരുന്നു. അവനെ പരിചയപ്പെട്ടു. അവനോട് നിനക്ക് ബോട്ട് തുഴയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ തയ്യാറായി. അപ്പോൾ ഒരു ബോട്ട് വാടകയ്ക്ക് എടുത്തു. അവനെ അതിൽ ഇരുത്തി, തുഴച്ചിൽക്കാരൻ്റെ രൂപത്തിലിരുത്തി. അപ്പോൾ ഞാൻ അവന് ചെറിയ സാമ്പത്തികം ഓഫർ ചെയ്തതുകൊണ്ട് അവനതിന് തയ്യാറായി. പിന്നീട് നൈനിത്താൾ ലേക്കിൻ്റെ താഴ്വരയിൽ നിന്ന് അതിൻ്റെ ഉന്നതമായ ഭാഗങ്ങളിലേക്കാണ് നോവൽ പിന്നെ കടന്നു പോകുന്നത്. നൈന പീക്ക് എന്ന് പറയുന്ന ഭാഗം, ആ ഭാഗത്തേക്കാണ് അടുത്ത ദിവസം 2-ാം ദിവസം മാറ്റിവെച്ചത്. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വീഴും എന്ന് പറയുന്നത് കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ അത്ര കട്ടിയാവില്ല എന്ന് ഹോട്ടലിൻ്റെ മാനേജർ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങോട്ടുള്ള യാത്രയിൽ താഴ്വാരത്തെത്തി. അവിടുന്ന് പിന്നെ 5 കിലോമീറ്ററോളം നടന്ന് തന്നെ കയറേണ്ടിയിരിക്കുന്നു. പക്ഷേ കുറേ എത്തിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പറഞ്ഞു, ഇന്നിപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ വേറെന്തൊക്കെയോ അയാൾ കാര്യം പറയും. പിന്നെ അയാൾ കടുത്ത ഹിന്ദി ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് താഴ്വരയുള്ള കുറേ പ്രദേശങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആ സമയം ഉപയോഗിച്ചു. അപ്പോൾ അവിടെ ഈ പൈൻ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന വലിയ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഈ താഴെയുള്ള നമ്മുടെ നൈനിറ്റാൾ തടാകത്തിൻ്റെ ചില പ്രദേശങ്ങൾ നല്ല വ്യക്തമായി നന്നായിട്ട് കാണാനും കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഒരാൾ പറഞ്ഞത് അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗത്ത് പാറ എന്തോ മാറ്റുകയോ ചെയ്യുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ടിപ്പോൾ ആളെ വിടാത്തത്, നിങ്ങൾ 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. തിരിച്ചിറങ്ങി വന്നു, താഴ്വരയിൽ വന്ന് വേറെ സ്ഥലത്ത് പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ ചെല്ലുമ്പോഴത്തേക്ക് ഉച്ച സമയമായി. ആ സമയത്ത് പിന്നെ 2ാമത് നടന്ന് കയറിയപ്പോൾ അങ്ങോട്ട് ആളുകളെ വിടാൻ തുടങ്ങി. അവിടെ പോയി ചെന്നു, ആ ചിത്രങ്ങൾ എടുക്കാൻ നോക്കി. അപ്പോഴും തടസ്സം, കട്ടിയായ മഞ്ഞ് വീണു. ആ താഴ്വര ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞായി. വലിയ മലയുടെ മുകളിലെത്തി, പക്ഷേ മലയുടെ അഗ്രവും കാണാൻ പറ്റുന്നില്ല, താഴോട്ടുള്ള ഒരു ഭാഗവും കാണാൻ പറ്റില്ല, കനത്ത മൂടൽ മഞ്ഞ്. 2ാം ദിവസത്തെ യാത്ര ലക്ഷ്യം വെച്ചത് സാധിക്കാതെ വൈകുന്നേരത്തോടുകൂടി തിരിച്ച് ഇറങ്ങേണ്ടി വന്നു. 3ാമത്തെ ദിവസം ഹിമാലയൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് ചെന്നു. അവിടെ ബൈനോക്കുലറൊക്കെ ഉറപ്പിച്ച് ഇങ്ങനെ അവിടുത്തെ ആളുകൾ, ടൂറിസ്റ്റുകളെ ഇന്ന് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി അവർ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട്. ദൂരദർശിനി പലതും സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടെ നോക്കിയാൽ ഹിമാലയം അങ്ങകലെ കാണാൻ കഴിയും. ഞാനതിൽ കൂടെ ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ പലരും നോക്കിയിട്ട് ഹാ എന്നൊക്കെ പറഞ്ഞു പോരുന്നുണ്ട്. ഇവരൊക്കെ എന്തെങ്കിലും കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള വലിയ സൂം ലെൻസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തെ കുറച്ച് വൈഡായിട്ടുള്ള നല്ല ദൃശ്യങ്ങളൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതൊക്കെ എനിക്ക് പകർത്താനും കഴിഞ്ഞു. യാത്രയുടെ തുടക്കത്തിൽ തന്നെ നേരിയ പനിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 4ാം ദിവസം ഈ കടുത്ത തണുപ്പും ഒരുപക്ഷെ നമുക്ക് കേരളത്തിലൊന്നും അനുഭവപ്പെടാത്ത തരത്തിലുള്ള അല്പം ആഴമേറിയ തണുപ്പ്, അല്പം കൂടെ ഒരു ക്രൂരമായ തണുപ്പായിട്ടാണ് അവിടുത്തെ നൈനിറ്റാളിലെ തണുപ്പിനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ തണുപ്പൊക്കെ കൊണ്ട് നല്ല പനിയായി. അപ്പോൾ അന്ന് എന്തായാലും മടങ്ങിപ്പോന്നാലും നമുക്ക് ബാക്കി ലക്ഷ്യം വെച്ചിരിക്കുന്നതൊന്നും നടക്കില്ല. അപ്പോൾ എനിക്ക് തന്നെ അറിയാം നല്ല പനിയാണ്. പക്ഷേ എന്നാലും നമുക്കൊരു അടുത്ത വരവ് പെട്ടെന്ന് പ്രായോഗികമല്ലാത്തത് കൊണ്ട് അന്ന് തന്നെ കംപ്ലീറ്റ് എടുത്ത് തീർക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബാക്കി ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രദേശങ്ങളായിരുന്നു അന്ന് തീർക്കാനും. പിന്നെ നൈന പീക്കിൽ അന്ന് നമ്മൾ പോയിട്ട് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനുവേണ്ടി രാവിലെ തന്നെ അങ്ങോട്ട് പോയി. ആദ്യത്തെ ദിവസം വളരെ സിമ്പിളായിട്ട് വളരെ നിസ്സാരമായിട്ട് കയറാൻ കഴിഞ്ഞ കുന്ന് ഈ മല ഈ പനിയുടെ ഒരു സ്വാധീനം കൊണ്ട് വളരെ സ്ലോയിലേ കയറാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലും എത്തി മുകളറ്റത്ത് കയറി നിന്ന ആ വലിയ പാറക്കെട്ടിൻ്റെ ദൃശ്യങ്ങൾ അതിൻ്റെ ഏതാണ്ട് എല്ലാ ഭീകരതയോടുകൂടിയും അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടിയും പകർത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാഹിത്യ സഞ്ചാരികൾക്ക്, സാഹിത്യാനുബന്ധിയായ യാത്രകൾ നടത്തുന്നവർക്ക് തീർച്ചയായും മഞ്ഞിലൂടെ നൈനിറ്റാളിനെ കാണാൻ കഴിയും. അത് ഇനിയും വൈകിപ്പിക്കരുത്.
ഓരോ ദിവസവും കഴിയുന്തോറും അത്തരം മാറ്റങ്ങളൊക്കെ എല്ലാ പ്രദേശങ്ങളിലും സംഭവിക്കുന്നത് പോലെ അവിടെയും സംഭവിക്കുന്നുണ്ട്. നൈനിറ്റാളിലേക്ക് നീണ്ടു നിന്ന 2 വർഷത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ നടത്തിയ ഈ 4 ദിവസത്തെ യാത്രയിൽ നിന്ന് മഞ്ഞ് നൈനിറ്റാളിൻ്റെ നീലമുഖാവരണം എന്ന ഫോട്ടോ പരമ്പര എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. എനിക്ക് തന്നെ ഇതെല്ലാ കൃതികളെയും രൂപപ്പെടുത്താൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളിൽ പലർക്കും ഇതൊക്കെ സാധിക്കും. തീർച്ചയായും നമ്മുടെ സാഹിത്യകൃതികളിൽ നിന്ന് ഉത്തമമായവയെ കണ്ടെത്തുക, അതിൻ്റെ പശ്ചാത്തല ഭൂമികകൾ കണ്ടെത്തുക, അങ്ങോട്ട് നിരന്തരം യാത്രകൾ ചെയ്യുക, ഫോട്ടോഗ്രാഫിയിലൂടെ യാത്രകൾ ചെയ്യുക, ഇത്തരത്തിൽ മറ്റു പരമ്പരകളെ രൂപപ്പെടുത്തുക. എൻ്റെ യാത്രകൾ ഞാൻ വീണ്ടും തുടരുകയാണ്. ആ കൂട്ടത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം.